രാവിലെ ഈ ബെഡിൽ മാഗ്നറ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവും. കാരണം നമ്മളെ പിടിച്ചങ്ങോട്ട് കിടത്തും കേട്ടോ. ആ ഒരു ഉറക്കപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ അടുക്കളക്കഥ വഴി ഞാൻ പുറത്തിറങ്ങി കേട്ടോ. കഥക് തുറക്കാൻ പറ്റൂല. നമ്മുടെ 2 കുട്ടികളും ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. ഇതുവരെ നമ്മുടെ ഇവിടെ വളർന്നിട്ടുള്ള പൂച്ചകളെല്ലാം വലുതാവുമ്പോൾ ഓടി അങ്ങ് പോവാറുണ്ട്. പക്ഷെ ഇതുങ്ങൾ മാത്രം പോകുന്നില്ല. ഇതുങ്ങൾ 2 പെണ്ണുങ്ങളായോണ്ട് തന്നെ ലോകത്തില്ലാത്ത കണ്ടംപൂച്ച മൊത്തം എന്റെ വീട്ടിലുണ്ട്. ഇനിയിപ്പോ ഞാൻ മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുങ്ങൾ എന്റെ പുറകെ നടന്നോളും. അപ്പൊ മീനുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ കലാപരിപാടിയിലേക്ക് കയറി. അതുപോലെ ഇന്നലത്തെ അരി കുറച്ച് ബാക്കി ഇരുന്നത് അങ്ങ് കയ്യോടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഫ്രിഡ്ജിൽ നിന്ന് മീനാട്ടോ എടുക്കുന്നത്. കരിമീൻ കഴിക്കണം എന്നും പറഞ്ഞ് എവിടെയോ കണ്ടിട്ട് അപ്പോ പറയുന്നത് കേട്ടിട്ട് ഞാൻ കുറച്ച് കരിമീനൊക്കെ വെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തലയെണ്ണി കരിമീൻ 3 എടുത്ത് പുറത്ത് വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ബാക്കി കയ്യോടെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച്. ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചീനിയും നല്ല കാന്താരിമുളക് ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ചീനിയൊക്കെ പെട്ടെന്ന് ഞാൻ അങ്ങ് എടുത്ത് അടുപ്പത്തോട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. പിന്നെ ഏട്ടൻ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഫ്രൂട്ട്സ് ആണ് കേട്ടോ. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായിട്ട് സദ്യയൊന്നും അല്ല, ഫ്രൂട്ട്സ് ഏട്ടൻ മിക്കവാറും കൊണ്ടുപോകാറുള്ളത്. അപ്പം ആപ്പിൾ ഒന്നും കറക്കാതിരിക്കാൻ വേണ്ടി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കമന്റ്സിനൊക്കെ കുറച്ച് നേരം ഒരു റിപ്ലൈ ഒക്കെ തന്നു. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പൊ കുറച്ച് എരിക്കനുസരിച്ച് നമ്മൾ കാന്താരി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും ഉപ്പും പുളിയും പിന്നെ ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ചതച്ചൊന്ന് എടുത്താൽ മതി. അതിലേക്ക് എന്നിട്ട് വെളിച്ചെണ്ണ താലിച്ചങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം. അപ്പൊ മീൻ ഇരുന്നത് 3 ഞാനങ്ങ് വറക്കാൻ വേണ്ടി അരപ്പൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ പ്രഷർ കുക്കറിന്റെ കാറ്റൂതി വിട്ടിട്ട് ഞാൻ ചീനിയും റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പൊ അപ്പുക്കുട്ടന് വേണ്ടിയിട്ടുള്ള മീൻ ഫ്രൈ ആണ് ഈ വറക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മുഴുവൻ അപ്പുക്കുട്ടൻ കഴിക്കുമെന്നല്ല, ഇതിന്റെ മുകളിലെ കുറച്ച് ഭാഗം അവൻ കഴിക്കും കേട്ടോ. അപ്പൊ അത് ഇളക്കിയൊക്കെ അവന്റെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുത്ത് അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ബസ്സും കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.